ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ തൃശൂർ അയ്യന്തോളിലെ വീടിന് സമീപമുണ്ടായ പൊട്ടിത്തെറിയിൽ ദുരൂഹതയില്ല. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് നാട്ടുകാരായ 3 യുവാക്കളെന്ന് കണ്ടെത്തി. അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് മാത്രം കേസെടുത്ത് യുവാക്കളെ വിട്ടയക്കും. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, വിശദാംശങ്ങൾ. നിഷ, ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഈ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ എതിർവശത്തുള്ള വീട്ടിന്റെ ഗേറ്റിൽ ഒരു പടക്കം പൊട്ടുകയും തുടർന്ന് ശോഭാ സുരേന്ദ്രൻ അടക്കം പുറത്തേക്ക് എത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങളെയും കാര്യങ്ങൾ പോയി എന്നതാണ്. അതായത് ബി.ജെ.പി. പറഞ്ഞിരുന്ന ശോഭാ സുരേന്ദ്രന്റെ വീട് നേരെ ബോംബാക്രമണം ഉണ്ടായി, അത് മാറി അയൽവാസിയുടെ വീടിന് നേരെ ഉണ്ടായി എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് എന്നതാണ്. രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ബോംബൊന്നുമല്ല, പടക്കമാണ് എന്നുള്ള തരത്തിൽ പോലീസിൽ നിന്നൊരു സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പ്രദേശത്ത് തന്നെയുള്ള നാട്ടുകാരായ 3 യുവാക്കളാണ് ഇതിന് കാരണമെന്നും, അതായത് ഈ സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് തിരികെ പോകുന്ന സമയത്ത് ഇവർ ഈസ്റ്ററിന് വാങ്ങിയ പടക്കമുണ്ടായിരുന്നു, ബാക്കിയുണ്ടായിരുന്നു, അത് പൊട്ടിക്കുക ഒരു കൗതുകത്തിന്റെ പുറത്ത് സാധാരണ രീതിയിൽ പൊട്ടിച്ചത് മാത്രമാണ്. പിന്നീട് പക്ഷേ ഇവർ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നീട് പോലീസ് അടക്കം എത്തിയപ്പോൾ ഭയന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ യുവാക്കൾ ഈ കാര്യം പുറത്തു പറയാതിരുന്നത്. പിന്നീട് യുവാക്കൾ ഈ സത്യം പുറത്ത് വെളിപ്പെടുത്തുകയായിരുന്നതാണ്. സംഭവത്തിൽ എന്തായാലും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല. കാരണം ഈ പടക്കമാണ് പൊട്ടിച്ചത്, അതും ഈ പടക്കം പൊട്ടിയ വീടിന്റെ മുമ്പിൽ പൊട്ടിയ വീടിന്റെ ഉടമയ്ക്ക് പരാതിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഈ യുവാക്കളെ താക്കീത് ചെയ്യുകയും ഒപ്പം തന്നെ ഈ അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് ചെറിയൊരു നടപടി എടുത്ത് യുവാക്കളെ വിടാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അനിഷ. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.